ആശ്രമം ആരംഭിച്ചത് മുതൽ നവരാത്രി കാലത്ത് അഖണ്ഡ ജപമായിരുന്നു പതിവ്. കഴിഞ്ഞ വർഷം അത് അഖണ്ഡ ലളിതാ സഹസ്രനാമ അർച്ചനയായിട്ടാണ് നടത്തിയത്. അത് പദ്ധതി ഇട്ടപ്പോൾ ചുരുങ്ങിയത് 1 കോടി അർച്ചന വേണം എന്നാലോചിച്ചു. 1 കോടി അർച്ചന. എന്തായാലും എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഒത്തൊരുമിച്ച് വന്നപ്പോൾ 2,70,00,000-ലധികം അർച്ചന ഉണ്ടായി. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളത് തന്നെയേ പറയണുള്ളൂ. പക്ഷെ മനസ്സിൽ നമ്മൾ വിചാരിക്കണത് 270 എന്നുള്ളതൊരു 4 മല്ലെങ്കിലും പിടിക്കണം എന്നാണ്. പക്ഷെ പുറത്ത് ഒന്നും പറയണില്ല. പുറത്ത് പറയണത് തന്നെ അഖണ്ഡ ലളിതാ സഹസ്രനാമ അർച്ചന, അതേ പറയണുള്ളൂ. ഒക്ടോബർ 11-നാണ് പ്രഥമ, 21 വിജയദശമി ആണോ? അല്ല, 22 വിജയദശമി അല്ലേ? അല്ല, 21. 21. അപ്പോൾ 11-ന് ഉദയം മുതൽ 21-ന് ഉദയം വരെ രാവും പകലും അർച്ചനയാണ്. ഒരു ദിവസം 20 അർച്ചന വരും. അങ്ങനെ മൊത്തം 200 അർച്ചന വരും. 200 പകലും 10, രാത്രിയും 10. കഴിഞ്ഞ വർഷം പുഷ്പം, അക്ഷതം തുടങ്ങിയവ ചേർന്ന് 16 അർച്ചനയും കുങ്കുമാർച്ചന 4 എണ്ണവുമായിരുന്നു കഴിഞ്ഞ വർഷം ചെയ്തത്. ഈ വർഷം ഇനിയൊക്കെ തീരുമാനിക്കാനേ ഉള്ളൂ. എന്തായാലും 20 അർച്ചന വരും. അപ്പോൾ 200 അർച്ചന വരും. ഒരു 100 പേര് ആവറേജ് എല്ലാത്തിലും ഉണ്ടായാൽ 2 കോടിയാവും. എല്ലാത്തിലും 100 പേരുണ്ടായാൽ. അതെന്തായാലും ഉണ്ടാവില്ല. രാത്രി കുറയും. രാത്രി 1 മണി 2 മണി അതിൻ്റെയൊക്കെ കുറച്ചൊന്ന് കുറയും. ഒരു 50 ആളൊക്കെ ഉണ്ടാവുള്ളൂ. അതിനത്ര ആൾ കൂടുതൽ വേറെ ഉണ്ടാവണം. അപ്പോൾ അത് നല്ലൊരു പദ്ധതിയായിട്ട് അതിനെ വിജയിപ്പിക്കണം. എല്ലാവരും സഹകരിക്കുക. ഓരോരുത്തർക്കും എത്ര പുഷ്പങ്ങൾ സ്വരൂപിക്കാം, എത്ര അർച്ചനാദ്രവ്യങ്ങൾ സ്വരൂപിക്കാം എന്നൊക്കെ മുൻകൂട്ടി ഒന്ന് അറിയിച്ചാൽ നല്ലതായിരിക്കും. ആശ്രമവുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ പരിചിതരായിട്ടുള്ള എത്ര പേരെ കൊണ്ടുവരാൻ പറ്റും ഒന്ന് കണക്കെടുക്കുക. ഇപ്പോൾ ഇവിടെ പറയുകയൊന്നും വേണ്ട, സമയമുണ്ട്. നമ്മളെ പരിചിതരായ എത്ര പേരെ എത്തിക്കാൻ പറ്റും അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച്, ഇനി സമയമുണ്ട്. പദ്ധതി തുടങ്ങുന്നേ ഉള്ളൂ, പ്രവർത്തനം തുടങ്ങിയിട്ടില്ല, തുടങ്ങണേ ഉള്ളൂ. ഓഗസ്റ്റ്, സെപ്റ്റംബർ 2 മാസം പൂർണ്ണമായിട്ടുണ്ട് ഇല്ലേ? ഇതിപ്പോൾ ഓഗസ്റ്റ് അല്ലേ? എത്രയായി? 5. ഒരു 6 ദിവസം കൂടി. അപ്പോൾ 11ആയി. സെപ്റ്റംബർ, ഒക്ടോബർ 11. അപ്പോൾ 2 മാസമേ ഉള്ളൂ. 2 മാസവും 5 ദിവസവും. ആ ദിവസം കൊണ്ട് ഇതൊക്കെ ചെയ്യണം. എല്ലാവരും മനസ്സിൽ വയ്ക്കുക. എല്ലാവരും പരമാവധി ഉണ്ടാവുക. അത്രയേ പറയുന്നുള്ളൂ. ഒരർച്ചന 2 അർച്ചന എന്നൊന്നും വെക്കരുത്. പരമാവധി ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം 20 ചെയ്തവരൊക്കെ ഉണ്ട്. നല്ലൊരു സുഖമായിരിക്കും അന്തരീക്ഷം. അതിപ്പോഴേ പറയുകയാണ്. അതുപോലെ ഡിസംബർ 23-നാണ് ആധ്യാത്മിക അന്തര്യോഗം. എല്ലാവർക്കും വിവരം കിട്ടും. എന്നാൽ തന്നെയും പറയുകയാണ്, ഡിസംബർ 23-ന് ആധ്യാത്മിക അന്തര്യോഗം, 29-ന് രാത്രി സമാപിക്കും വിധം. ശരി, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒത്തുകൂടാം.